നിങ്ങളൊരു ടെക്സ്റ്റൈൽസ് ബിസിനസ്സുകാരനാണ്, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ പ്രോപ്പറായിട്ട് റീറ്റെയിൻ ചെയ്യാനും അവരെ മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങളൊരു റെസ്റ്റോറന്റ് ബിസിനസ്സുകാരനാണ്, പക്ഷേ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ 100% സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചുകൊണ്ട് ദീർഘകാലം നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് ബിസിനസ്സുകാരനാണ്, ഹൈപ്പർ മാർക്കറ്റിനെ കോമ്പീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ആണ്, കോമ്പറ്റീഷൻ ഫേസ് ചെയ്തുകൊണ്ട് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് പടുത്തുയർത്തി മുന്നോട്ട് വരാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങളൊരു ഹോം അപ്ലയൻസ് ബിസിനസ്സുകാരനാണ്, ഡെഡ് സ്റ്റോക്ക് കൂടുതൽ വന്നുകൊണ്ട് ഹ്യൂജ് ലോസിലേക്ക് നിങ്ങളുടെ ബിസിനസ് അറിയാതെ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ എന്ത് ബിസിനസ്സും ആയിക്കോട്ടെ, ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ ബിസിനസിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് കണ്ടെത്താം. ഈ പ്രശ്നങ്ങളുടെ റൈറ്റ് സൊല്യൂഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഞാൻ നടത്തുന്ന ഫിനാൻസ് ആൻഡ് സെയിൽസ് മാസ്റ്ററി 1 ഡേ വർക്ക്ഷോപ്പിലൂടെ ഒരു ബിസിനസ്മാൻ എന്ന രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ 100% നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട 9 ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റിലൂടെയായിരിക്കും ഞാൻ ഈ വർക്ക്ഷോപ്പിലൂടെ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നുണ്ടാവുക. നിങ്ങളുടെ ബിസിനസ്സിലെ ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഈ പറയപ്പെടുന്ന 3 പ്രോഫിറ്റിലെയും ക്യാഷ് പ്രോഫിറ്റും നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഇഫക്റ്റീവായ പ്രോഫിറ്റ് ഒപ്റ്റിമൈസേഷൻ സ്ട്രാറ്റജി നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റും ക്വാളിറ്റിയുള്ള സർവീസ് ഉണ്ടായിട്ടും നല്ല ടീം ഉണ്ടായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന സെയിൽസ് ടാർഗറ്റ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊക്കെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള സെയിൽസ് ഇംപ്രൂവിംഗ് സ്ട്രാറ്റജീസ്? എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് വളരെ ഇഫക്റ്റീവായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നടത്തുക? നമ്മുടെ ബിസിനസ്സിന് എന്തെല്ലാം ഫിനാൻഷ്യൽ വീക്ക്നെസ്സുകളുണ്ട്, നമ്മുടെ ബിസിനസ്സിന് എന്തെല്ലാം ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തുകളുണ്ട്, ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന്റെ ബാലൻസ് ഷീറ്റിനെ നിങ്ങൾക്ക് കൃത്യമായിട്ടും റീഡ് ചെയ്യാൻ പറ്റണം. നമ്മളെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നതും നമ്മളെ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്നതും 3 ആക്ടിവിറ്റീസിലൂടെ ആയിരിക്കും. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഈ 3 ആക്ടിവിറ്റീസിലൂടെയാണ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ക്യാഷിന്റെ ഇൻഫ്ലോയും ക്യാഷിന്റെ ഔട്ട്ഫ്ലോയും ഉണ്ടാവുക. ഇതിൽ ഏതെല്ലാം ആക്ടിവിറ്റീസിന്റെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസുമാണ് കൂട്ടേണ്ടതും കുറയ്ക്കേണ്ടതും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ വളരെ ഇഫക്റ്റീവായ ഒരു ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് സിസ്റ്റം നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ബിസിനസ് വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡ്യൂ മാനേജ്മെന്റ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുക? എങ്ങനെയാണ് ഒരു എക്സ്പെൻസ് മാനേജ്മെന്റ് സിസ്റ്റം നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുക? നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫണ്ട് വരണമെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഫിനാൻഷ്യലി സ്ട്രക്ചേർഡ് ആയിരിക്കണം. എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിനെ ഫിനാൻഷ്യലി സ്ട്രക്ചേർഡ് ആക്കുക? ഞാൻ ഈ പറയുന്ന സബ്ജക്റ്റുകളിലൂടെ ആയിരിക്കും 100% പ്രാക്ടിക്കലി എൻ്റെ വർക്ക്ഷോപ്പിലൂടെ നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിക്കുന്നുണ്ടാവും.